ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഫൈസൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ഇപ്പം ധാരാളം ഈ മാങ്ങയുടെയൊക്കെ സീസണാണല്ലേ. അപ്പോൾ ഈ മാങ്ങയുടെ സീസണിൽ നമ്മൾ ഈ മാങ്ങ പഴുപ്പിക്കാൻ വേണ്ടി പറിച്ചു വെക്കാറുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ മാങ്ങ പറിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പറിച്ച് താഴെ ഇടുക. അപ്പോൾ ഈ പഴുപ്പിക്കാൻ വേണ്ടിയുള്ള മാങ്ങ പറിക്കുമ്പോൾ അങ്ങനെ പറിച്ച് താഴെ ഇട്ട് കഴിഞ്ഞാൽ വീഴുന്ന ഭാഗത്ത് പുഴു കയറാനും അവിടെ അളിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് കയ്യിൽ പിടിച്ച് പറിച്ച് കയ്യിലെടുക്കുക എന്നുള്ളതാണ്. അതിന് സാധാരണ എല്ലാവരും ചെയ്യാനുള്ള ഈ മാങ്ങ പറിക്കുന്നവരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ബാസ്ക്കറ്റ് അല്ലെങ്കിൽ ചെറിയ വലയൊക്കെ കെട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിലാണെങ്കിൽ നമുക്കതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, പലരുടെയും വീടുകളിൽ കാണത്തില്ല. അതിന് ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിന് ആവശ്യമായൊരു സാധനം അതാണ്ട് ഇതുണ്ടല്ലോ, എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു കുപ്പി. ഏതാണ്ട് 15 രൂപ വിലയുള്ള മിനറൽ വാട്ടറിൻ്റെ ഒരു കുപ്പിയാണ്. ഈ കുപ്പിയും ഇതിൻ്റെ വായുവട്ടം അനുസരിച്ചുള്ളൊരു കമ്പും, ഇതിൻ്റെ അത്ര ഡയമീറ്റർ ഉള്ളൊരു കമ്പും ഉപയോഗിച്ച് എങ്ങനെയാണ് മാങ്ങ വളരെ ഈസി ആയിട്ട് നമ്മുടെ വീടുകളിൽ പറിച്ചെടുക്കാൻ പറ്റും എന്നുള്ള വീഡിയോ ആണ് ഇന്നിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഈ കുപ്പിയാണ് നമ്മളിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു 15 രൂപയുടെ ഒരു മിനറൽ വാട്ടർ കുപ്പിയാണ്. ഇതിൻ്റെ അടപ്പ് നമുക്ക് ആവശ്യമില്ല. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടത് ഒരു നീളമുള്ള വടി എന്ന് പറഞ്ഞാൽ കമ്പ്, തോട്ടി എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. അപ്പോൾ ഈ കുപ്പിയുടെ വായുവട്ടം അനുസരിച്ചുള്ള കറക്റ്റ് ഒരു കമ്പ് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ ലൂസാണെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ പീസിനകത്ത് കയറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ല കുറച്ച് വലുതാണെങ്കിൽ അത് ചെത്തി ഒരുക്കി കറക്റ്റ് വായുവട്ടം ടൈറ്റായി നിർത്തണം. അതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളൊരു കമ്പാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ 2 സാധനങ്ങളാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ഊരാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് ചെറിയൊരു ബ്ലേഡ് എടുത്ത് നമുക്കിത് കട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറിലൊക്കെ പോകണ്ടെന്ന് വിചാരിച്ചാണ് ഞാനത് മാർക്ക് ചെയ്യാത്തത്. മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, നമുക്ക് ആ മാർക്കിങ് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഒരു പീസ് നമ്മൾ ഇതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി കാണും. കാരണം ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് മാങ്ങ ഇതിനകത്തോട്ട് ഇറങ്ങിയിരിക്കാനുള്ള അത്രയും രീതിയിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് വേണ്ടത്. അതിനനുസരിച്ച് വേണം നമുക്ക് കട്ട് ചെയ്യാൻ. ഓക്കെ, വലിയ മാങ്ങയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് വലിയ ടിന്നെടുക്കുക, വലിയ കുപ്പി എടുക്കുക, അതിനനുസരിച്ച് ഈ വായും വലുതാക്കി കൊടുക്കുക. ഓക്കെ, ശേഷം നമ്മൾ ആദ്യം കാണിച്ചതിൻ്റെ തൊട്ട് ഈ കമ്പ് ഇതിനകത്തേക്ക്, ഈ വായ്ക്കകത്തേക്ക്, ഈ ഹോളിനകത്തേക്ക് നമ്മളിത് കയറ്റി കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ആവണം. കാരണം എന്ന് വെച്ചാൽ മാങ്ങ ഇട്ട് വലിക്കുന്ന സമയത്ത് ഇത് ഊരി വരരുത്. ആ രീതിയിൽ നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കറക്റ്റ് സൈസിലുള്ളത് ടൈറ്റായിട്ടുള്ളത് എടുക്കണം, കമ്പ് എടുക്കണമെന്നാണ്. ഇപ്പോൾ ഏകദേശം ടൈറ്റായി എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത് ടൈറ്റായി എന്ന് തോന്നുന്നു. നമുക്കിനി എങ്ങനെയാണ് ഇത് മാങ്ങ പറിക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ മാങ്ങ പറിക്കാൻ ഉദ്ദേശിക്കുന്ന മാവ്. അപ്പോൾ ഇവിടെ കുറേ മാങ്ങകൾ ഇപ്പോൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിപ്പം ഇങ്ങനെ കൊണ്ടുപോവുക. എന്നിട്ട് ഈ കൊണ്ടുപോയിട്ട് മാങ്ങായ ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഉണ്ടോ. അപ്പോൾ അതിനകത്ത് മാങ്ങ അതിനകത്ത് സീറ്റായിട്ടുണ്ട്. ഓക്കെ, ഈ മാങ്ങ ഇപ്പോൾ മാങ്ങ അതിനകത്ത് സീറ്റായിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിങ്ങനെ വലിക്കുമ്പോൾ സാധാരണ ഇത് ഞെട്ട് പൊട്ടിയാണ് വരുന്നത്. അപ്പോൾ ഇനി വേറെ എണ്ണം കൂടി കാണിച്ചു തരാം. ഇങ്ങനെ പിടിക്കുന്നു, ഇങ്ങനെ പിടിച്ചു. അതിന് ശേഷം നമ്മൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു വലി കണ്ട. അപ്പോൾ മാങ്ങ നമുക്ക് അതിനകത്ത് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത്രയുള്ള മാങ്ങ പറിച്ചെടുക്കാം. ഇതിപ്പോൾ ചെറിയൊരു ടിന്നായതുകൊണ്ടാണ് കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ളത്. അതായത് കുറച്ച് വലിയ ടിന്നാണെങ്കിൽ നന്നായിട്ട് പറിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഉപയോഗപ്രദമായ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും ഇതുപോലെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.